നമ്മുടെ കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ ക്രമമായി പഠിച്ചു വരുന്ന വെളിപ്പാട് പുസ്തക പഠനമാണ് ഇന്നും തുടരുവാനായിട്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ വചന പഠനത്തിന്മേൽ ധാരാളമായ ആത്മീയ വെളിച്ചവും വചനത്തിന്മേലുള്ള വ്യക്തതയും വചനം ഗ്രഹിക്കുന്നതിനുള്ള ദൈവകൃപയും നമുക്കെല്ലാവർക്കും ധാരാളമായി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇന്നത്തെ ഈ ബൈബിൾ ക്ലാസ്സിൽ വന്ന് പങ്കെടുക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇവിടെ പ്രിയ കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥനയ്ക്കായിട്ട് ഓർപ്പിച്ചതുപോലെ നമ്മുടെ കൂടെയുള്ള ചിലരൊക്കെ ചില ശാരീരിക വൈകല്യങ്ങൾ നിമിത്തവും ആശുപത്രിയിൽ ചിലർ കഴിയുന്നു. അത് നിമിത്തവും വേറുപാടിൻ്റെ ആ പശ്ചാത്തലത്തിലും ഒക്കെ ചിലർക്ക് സംബന്ധിക്കുവാൻ കഴിയുന്നില്ല. എന്നാലും ഇത്രയും പേർ വന്ന് പങ്കെടുക്കുവാനുള്ള സാവകാശം ഉണ്ടായല്ലോ. നിങ്ങൾ കാണിച്ച സന്തോഷത്തിനും ഉത്സാഹത്തിനുമായി ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മുടെ പുസ്തക പഠനത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ അവസാനമായിട്ട് ചിന്തിച്ചത് വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 21 വരെയുള്ള വേദഭാഗമാണ്. വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വേദഭാഗത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചത്. ആ ചിന്തിച്ച വിഷയമാകട്ടെ, 6ാമത്തെ ദൂതൻ ഊതി അതിൻ്റെ ഫലമായിട്ടുണ്ടായ അനന്തര ഭവിഷ്യത്തുകളെയാണ്, അല്ലെങ്കിൽ ദൈവ ന്യായവിധിയെയാണ് നമ്മൾ ചിന്തിച്ചത്. ചിന്തിച്ച കാര്യങ്ങളെല്ലാം ആവർത്തിച്ച് പറയുന്നതിന് ഇപ്പോൾ നിവൃത്തിയില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇന്ന് കേൾക്കുവാൻ പോകുന്ന വിഷയത്തിന് വേണ്ടിയിട്ടുള്ള വേദഭാഗം വായിക്കാം. പ്രസ്തുത പുസ്തകത്തിൻ്റെ 10-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും ഒരാൾ വായിക്കുക. വായിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. കാരണം ആദ്യമായിട്ടൊക്കെയാണ് ഈ ഭാഗം വായിക്കുന്നത് കേൾക്കുന്നതെങ്കിൽ ഒന്നും മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് വായിക്കുമ്പോൾ അതിനകത്തുള്ള കാര്യങ്ങൾ ഗ്രഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിച്ച് അത് കേൾക്കണം എന്ന് പിന്നെയും ഓർപ്പിക്കുകയാണ്. ഒരു വിചിത്രമായിട്ട് നമുക്ക് തോന്നുന്ന ഒരു അധ്യായമാണ്. വിസ്മയം ഉളവാക്കുന്ന സംഭവങ്ങളാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് ഒന്ന് കേൾക്കണം. ഇപ്പോൾ ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി വ്യക്തമായിട്ട് വായിക്കുക. വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. നമ്മൾ ഈ പുസ്തകത്തിൻ്റെ പഠനത്തിൽ സ്വീകരിച്ചിരിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത്, ഓരോ അധ്യായങ്ങളിലും പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ ഓരോ വാക്യത്തിൻ്റെയും അല്ല, ഓരോ പദങ്ങളുടെയും വെളിച്ചത്തിലാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പഠനം ഇങ്ങനെ ഇഴഞ്ഞ് പോകുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഈ പുസ്തകം പഠിച്ചു കഴിയുമ്പോൾ ഏതാണ്ട് വെളിപ്പാട് പുസ്തക പഠനം പൂർണ്ണമായി പഠിച്ചു എന്ന് നമുക്ക് പറയാനായിട്ട് അവകാശമില്ല, പറ്റുകയുമില്ല. എന്നാൽ പുസ്തകം പഠിക്കുന്നവർക്ക് കുറച്ചൊരു സഹായകരമായ ഒരു ഔട്ട്ലൈൻ കിട്ടുന്നു എന്ന് പറയാം. അതിന് നമുക്ക് കർത്താവ് സഹായിച്ചല്ലോ, അങ്ങനെ ഒരു അവസരം തന്നല്ലോ. അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് മഹാപീഡന കാലത്ത് അന്തിക്രിസ്തുവിൻ്റെ ഭരണം ഈ ലോകത്തിൽ നടക്കുന്നതായ ആ പ്രത്യേകമായ ഭീകരമായ കാലയളവിൽ നടക്കുന്ന ക്രൂരമായ ദൈവകോപത്തിൻ്റെ ഭാഗമായി അന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾ അനുഭവിക്കുന്ന ഏറ്റവും ദയനീയമായ ക്രൂരമായ ദണ്ഡനം, ദൈവശിക്ഷ. അന്ന് വിശ്വാസികളാരും ലോകത്തിൽ കാണത്തില്ല. അതിനു മുമ്പേ വിശ്വാസികൾ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടും. പിന്നെ മുഴുവൻ അവിശ്വാസികളാണ്. അവരനുഭവിക്കുന്ന ഏറ്റവും വേദനാജനകമായ കാര്യമാണ്. ഒരു ഭയത്തോടു കൂടി മാത്രമേ അത് ഓർക്കാനും വായിപ്പാനും നമുക്ക് കഴിയുന്നുള്ളൂ. എന്നാൽ അത് നേരിട്ട് അനുഭവിക്കേണ്ടി വരുന്ന ആളുകളുടെ അവസ്ഥ ഒന്ന് ഊഹിച്ച് നോക്കിക്കേ. അങ്ങനെ ഒരു കോപത്തിൽ പെട്ടുപോകാതെ ദൈവം നമ്മെ വേർതിരിക്കുന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അങ്ങനെ ആ ന്യായവിധി 3 നിലകളിലാണ് ഭൂമിയിൽ നിവർത്തിക്കപ്പെടുന്നത്. ഒന്ന് 7 മുദ്രകൾ പൊട്ടിക്കുക, അത് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞു. രണ്ടാമത് 7 കാഹളങ്ങൾ ഊതുക.
അതാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് 7 കോപകലശങ്ങൾ ഭൂമിയിൽ ഒഴിക്കുക. ഈ ക്രമത്തിലാണ് ആ മഹാപീഡന കാലമെന്ന 7 കൊല്ലത്തെ ദൈവിക ന്യായവിധി ഭൂമിയിൽ പകരപ്പെടുന്നത്. അതിൽ 7 കാഹളങ്ങൾ ഊതുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മൾ വായിച്ച അദ്ധ്യായത്തിൽ പറയുന്നതാകട്ടെ, 6ാമത്തെ കാഹളം ഊതി അതിൻ്റെ ഭവിഷ്യത്തുകൾക്ക് ശേഷം 7ാം കാഹളം ഊതുന്നതിന് മുമ്പ് ശ്രദ്ധിച്ചോണം. 6ാം കാഹളം ഊതി പരിണിത ഫലം ഭവിച്ചു കഴിഞ്ഞു. ഇനി 7ാം കാഹളം ഊതണം. എന്നാൽ 7ാം കാഹളം ഊതുന്നതിന് മുമ്പ് ഒരു ഗ്യാപ്പ്, ഒരു ഇടവേള കാണുന്നുണ്ട്. ഈ രീതി മുമ്പ് നമ്മൾ കണ്ടതാണ്. അതായത് ഈ മുദ്രകൾ പൊട്ടിക്കുന്ന വിഷയം പറഞ്ഞു വരുമ്പോൾ നമ്മൾ കേട്ടതാണ്. 6ാം മുദ്ര പൊട്ടിച്ചതിനും 7ാം മുദ്ര പൊട്ടിച്ചതിനും ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് നമ്മൾ കണ്ടു. ആ ഗ്യാപ്പിൽ എന്ത് നടന്നു എന്ന് 7ാം അധ്യായത്തിൽ പറയുന്നു. ആ ഗ്യാപ്പിൽ നടന്ന 2 വലിയ സംഭവങ്ങളുണ്ട്. ഒന്ന്, ഇസ്രായേലിൽ നിന്ന് ദൈവത്തിൻ്റെ മുദ്രയിട്ട് വേർതിരിക്കപ്പെട്ട 144,000 പേരുടെ കാര്യം. അങ്ങനെ അത്രയും ആളുകളെ മുദ്രയിട്ട് വേർതിരിക്കുന്ന സംഭവം. അത് കഴിഞ്ഞ് ഒരാൾക്ക് എണ്ണിത്തീർക്കാനാവാത്ത യഹൂദരിൽ നിന്ന് മറ്റുള്ള യഹൂദേതരരായ ലോകത്തിലുള്ള മുഴുവൻ ആളുകളിൽ നിന്നും വലിയൊരു ഗണം ഇതുപോലെ മുദ്രയിടപ്പെട്ട് മാറ്റുന്ന ആളുകളുടെ കാര്യമാണ്. അങ്ങനെ ആ 2 അനുഗ്രഹിക്കപ്പെട്ട സംഭവങ്ങളും വിവരിക്കുന്നതാണ് 7ാം അധ്യായം. അത് 6ാമത്തെയും 7ാമത്തെയും മുദ്ര പൊട്ടിക്കുന്നതിനിടയ്ക്കുള്ള ഒരു ഇടവേളയിൽ നടന്ന സംഭവം. അതുപോലെയാണ് ഇപ്പോൾ 6ാം കാഹളം ഊതിയിട്ട് 7ാം കാഹളം ഊതുന്നതിന് മുമ്പൊരു ഇടവേള കാണുന്നു. അത് ദൈവത്തിൻ്റെ ഒരു ക്രമം എന്ന് വേണമെങ്കിൽ പറയാം. ഇനിയും ശ്രദ്ധിച്ചു നോക്കണം. 7 കാഹളങ്ങൾ ഊതുമ്പോൾ ആദ്യത്തെ 5 കാഹളങ്ങൾ ഊതിയ ശേഷം ഇനി ഊതുവാനുള്ള ആദ്യത്തെ 4 കാഹളങ്ങൾ ഊതിയ ശേഷം ഇനി ഊതുവാനുള്ള 3 കാഹളങ്ങളെക്കുറിച്ച് ദൂതൻ പറയുന്നൊരു പ്രയോഗമുണ്ട്. കഷ്ടം, കഷ്ടം, കഷ്ടം. അപ്പോൾ ഇതുവരെ ഊതിയതൊന്നും കഷ്ടമല്ലയോ? കഷ്ടമാണ്, കഷ്ടകാലമാണ്. എന്നാൽ ആ കാഹളങ്ങൾ ഊതിയപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആളുകൾ അനുഭവിച്ച കഷ്ടത്തിൻ്റെ എത്ര മടങ്ങെന്ന് പറഞ്ഞാലും മതിയാകത്തില്ല. അതിഭയങ്കരമായ അടുത്ത കഷ്ടത്തിലേക്ക് അവർ കടക്കുന്നു. അതുകൊണ്ടാണ് അടുത്ത 5ാമത്തെയും 6ാമത്തെയും 7ാമത്തെയും കാഹളത്തെ ഉദ്ധരിച്ചുകൊണ്ട് കഷ്ടം, കഷ്ടം, കഷ്ടമെന്ന് 9ാം അധ്യായത്തിൻ്റെ 12ാമത്തെ വാക്യത്തിൽ പറയുന്നത്. അങ്ങനെ പറയപ്പെടുന്ന കഷ്ടങ്ങളിൽ 2 കഷ്ടങ്ങൾ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ 5ാമത്തെ കാഹളം ഊതി അതിൻ്റെ കഷ്ടവും കഴിഞ്ഞു, 6ാമത്തെ കാഹളം ഊതി അതിൻ്റെ കഷ്ടവും കഴിഞ്ഞു. ഇനി 7ാമത്തെ കാഹളം ഊതി അതിൻ്റെ കഷ്ടം നടക്കാൻ പോകുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് ഇതാ ഒരു ഇടവേള. ആ ഇടവേളയിൽ നടന്ന സംഭവമാണ് ഇപ്പോൾ നമ്മൾ വായിച്ച 10ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യം. ഇനി ഈ 10ാം അധ്യായത്തിൽ പറയുന്നത് എന്തുവാ? ഒരു വ്യത്യസ്തനായ ഒരു എന്താ പറയുക, ഒരു ഭീമാകാരമായ രൂപത്തിലുള്ള ഒരു ദൂതൻ. ഇങ്ങനെയുണ്ടോ ദൂതന്മാർ എന്ന് നമുക്ക് തോന്നിയേക്കും. കാരണം നമ്മൾ സാധാരണ ഒരു ദൈവദൂതൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ കുറേ സങ്കല്പങ്ങളുണ്ട്, നമ്മുടെ മനസ്സിൽ ഒരു രൂപമുണ്ട്. ആ രൂപമാകട്ടെ വളരെ സൗമ്യമായിട്ടും ഒരു മാലാഖ എന്ന പദം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്ന ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട്. അതെന്താണെന്നൊന്നും ഞാനിവിടെ പറയുന്നില്ല. ഒരു ദൈവദൂതനെ പോലെ, ഒരു മാലാഖയെ പോലെ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അതിനകത്ത് കുറേ ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. പക്ഷേ ആ ചിന്തകളോടുകൂടെ ഇവിടെ പറയുന്ന ദൂതനെ വായിക്കാമെങ്കിൽ ഇതാണോ ദൂതൻ, ഇതാണോ ദൈവത്തിൻ്റെ ദൂതൻ എന്ന് നമുക്ക് അല്പം ഭീതിയും ഭയവും ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. നമുക്കറിയാം ഈ ദൂതന്മാരുടെ ശുശ്രൂഷ, അതായത് ദൂതന്മാരെ കൊണ്ട് ദൈവം നിവർത്തിക്കുന്ന പ്രവൃത്തികൾ വെളിപ്പാട് പുസ്തകത്തിൽ ഒരു പ്രത്യേക രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ദൂതന്മാരെ ദൈവം പല സന്ദർഭങ്ങളിൽ വ്യത്യസ്തമായ ചില പ്രവൃത്തികൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള കാര്യം പഴയ നിയമത്തിൽ ഒരുപാട് നമുക്ക് കാണാൻ കഴിയും. ദൂതന്മാർ അതിശക്തന്മാരാണ്. നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറമായി ഒരു 10,000 മനുഷ്യർ ഒരുമിച്ച് നിന്ന് അത്യാധ്വാനം ചെയ്യുന്ന കാര്യങ്ങൾ ഒരു സെക്കൻഡ് കൊണ്ട്, ഒറ്റ നിമിഷം കൊണ്ട് അനായാസേന ചെയ്യാനുള്ള കഴിവുള്ളവരാണ് ദൂതന്മാർ. മുമ്പൊക്കെ നമ്മളത് കേട്ടിട്ടുണ്ട്. അതിൻ്റെ വിശദീകരണത്തിൽ ഇപ്പോൾ ഞാൻ
കടന്ന നമ്മുടെ വിഷയം ഒന്നും എത്തത്തില്ല. അതുകൊണ്ട് വ്യത്യസ്തനായ ഒരു ദൂതനെയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്ന ദൂതനെ നമ്മൾ 10:1 വായിക്കുന്നത് ബലവാനായ മറ്റൊരു ദൂതൻ. ബലവാനായ മറ്റൊരു ദൂതൻ. ഇതുപോലെ ചില ദൂതന്മാരെ നമ്മൾ ഈ പുസ്തകത്തിൽ കാണുന്നുണ്ട്. നോക്കിക്കേ, 7-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, 7:2 മറ്റൊരു ദൂതൻ എന്നൊരു വാക്ക് അവിടെ പറയുന്നുണ്ട്. ആ ദൂതൻ്റെ പ്രത്യേകത എന്തുവാ? മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിൻ്റെ മുദ്രയുമായി കിഴക്ക് നിന്ന് കയറുന്നത് കണ്ടു. ഇനി അതിൻ്റെ തൊട്ട് മുകളിൽ ഒരു 4 ദൂതന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അവരുടെ പ്രത്യേകത എന്തുവാ? ഭൂമിയിലെ 4 കാറ്റും ഊതാതിരിക്കേണ്ടതിന് അവയെ തടസ്സം ചെയ്യാനായിട്ട് കഴിയുന്നവരായ ആളുകൾ, വെള്ളത്തിന്മേൽ അധികാരമുള്ള ആളുകൾ, തീയിന്മേൽ അധികാരമുള്ള ദൂതന്മാർ, കാറ്റിന്മേൽ അധികാരമുള്ള ദൂതന്മാർ. അപ്പോൾ ദൂതന്മാർ എന്ന് പറയുന്നത് പ്രകൃതി ശക്തികളെ നിയന്ത്രിക്കുന്നതിനും പ്രവർത്തിപ്പിക്കുന്നതിനും പ്രവർത്തിപ്പിക്കാതിരിക്കുന്നതിനും അവകളുടെ മേൽ ദൈവിക അധികാരം ലഭിച്ച കഴിവുള്ള ദൂതന്മാർ. ഇനി അവർക്ക് ഇത്രയും വലിയ ശക്തിയും ത്രാണിയും ഒക്കെ ഉണ്ടെങ്കിലും അവർ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിന് വിധേയരാണ്. അതുകൊണ്ടാണ് 103-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് തൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായ ദൈവത്തിൻ്റെ ദൂതന്മാർ. നോക്കണേ, ദൂതന്മാർ അവർ ഇങ്ങനെയൊക്കെ കഴിവും പ്രാപ്തിയും ഒക്കെ ഉള്ളവരെങ്കിലും അവർ അവരുടേതായ സ്വയത്തിൻ്റെ നിയന്ത്രണത്തിലല്ല, അവരുടെ മേൽ പരമാധികാരമുള്ള ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ആകട്ടെ, ഞാനൊരു ഇനി കേൾക്കുന്ന കാര്യത്തിന് ഒരു മുഖവരയായി ഇത് ഓർപ്പിച്ചു വന്നേ ഉള്ളൂ. അപ്പോൾ പ്രത്യേക തലത്തിൽപ്പെട്ട സ്വഭാവത്തിൽപ്പെട്ട ആഹാര ഭംഗിയുള്ള ഒരു രൂപമുള്ള ദൂതനെയാണ് 10-ാം അധ്യായത്തിൽ വായിക്കുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാതെ ഓരോ വാക്കുകൾ പറഞ്ഞ് ഞാൻ വിടുന്നതാണ്. ആ ദൂതൻ ആരാണ്? നോക്കിക്കോ, ബലവാനായ മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ എന്ന് പറഞ്ഞാൽ ആ ദൂതൻ എങ്ങനെയുള്ളവനാണ്? മേഘം ഉടുത്തും തലയിൽ ആകാശവില്ല് ധരിച്ചും മുഖം സൂര്യനെ പോലെയും കാൽ തീത്തൂണ് പോലെയും ഉള്ളവൻ. അവൻ്റെ കയ്യിൽ തുറന്ന ഒരു ചെറുപുസ്തകമുണ്ടായിരുന്നു. അവൻ വലങ്കാൽ സമുദ്രത്തിന്മേലും ഇടങ്കാൽ ഭൂമിമേലും വെച്ചു. സിംഹം അലറും പോലെ അത്യുച്ചത്തിൽ ആർത്തപ്പോൾ 7 ഇടിയും നാദം മുഴക്കി. 7 ഇടിനാദം മുഴക്കിയപ്പോൾ ഞാൻ എഴുതുവാൻ ഭാവിച്ചു, എന്നാൽ 7 ഇടി മുഴക്കിയത് എഴുതാതെ മുദ്രയിട്ടേക്ക എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. കണ്ടോ, ഈ ആദ്യത്തെ 1, 2, 3 വാക്യങ്ങളിൽ ആ ദൂതൻ്റെ പ്രത്യേകതകൾ പറയുക. എന്നതാണ് ആ ദൂതൻ്റെ പ്രത്യേകത? 1, ദൂതൻ മേഘം ഉടുത്തിരിക്കുന്നു. ഈ വർണ്ണിച്ചിരിക്കുന്ന ഈ ആള് ദൂതൻ എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വേദപഠിതാക്കളുടെ ഇടയിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ദൂതൻ ആരാണ് എന്നുള്ള അഭിപ്രായത്തിൽ, ആരാണ് എന്നുള്ളതിൽ 2 അഭിപ്രായങ്ങളുണ്ട്. ശ്രദ്ധിക്കണേ, ഈ പറയുന്ന ദൂതൻ ആരാണ് എന്ന് 2 അഭിപ്രായ പ്രകടനങ്ങളുണ്ട്. ഒന്ന്, ഈ പറയുന്ന ദൂതൻ യേശുക്രിസ്തുവാണ് എന്നൊരു പഠിപ്പിക്കലുണ്ട്. അങ്ങനെ പഠിക്കുന്നവരുണ്ട്, വിശ്വസിക്കുന്നവരുണ്ട്. അങ്ങനെ പറയുന്നവർക്കും കുറേ ന്യായങ്ങളൊക്കെ പറയാനുണ്ട്. അവിടെ ആ ദൂതൻ്റെ പ്രത്യേകതകൾ, ദൂതൻ അണിയുന്നതും ദൂതൻ്റെ കാലും ദൂതൻ്റെ തലയിലെ ആ മഴവില്ലും അതുപോലെ ദൂതൻ്റെ ഓരോ ഭാവഭേദങ്ങളും പ്രവൃത്തികളും ഒക്കെ കാണുമ്പോൾ ഇത് ദൂതൻ എന്ന് പറഞ്ഞിരിക്കുന്നുവെങ്കിൽ ഇത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതാണ് എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ അതിനോട് നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല. ഇത് അങ്ങനെ കർത്താവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതല്ല. യഥാർത്ഥത്തിൽ ഇത് ദൂതൻ തന്നെയാണ്. അതിൻ്റെ പ്രബലമായ ഒരു ന്യായമെന്ന് പറയുന്നത് അധ്യായം തുടങ്ങുന്നത് തന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. എങ്ങനെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്? മറ്റൊരു ദൂതൻ. പിന്നെ എന്തിനാ നമ്മൾ സംശയിക്കുന്നത്? മറ്റൊരു ദൂതൻ എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ സംശയിക്കേണ്ട കാര്യമില്ല. മാത്രമല്ല, വെളിപ്പാട് പുസ്തകത്തിൽ ദൈവം ഇതുപോലുള്ള പ്രത്യേക ശുശ്രൂഷകൾക്കായിട്ട് ഇതാദ്യമായിട്ടല്ല ഒരു ദൂതനെ ഉപയോഗിക്കുന്നത്. ഇതുപോലെ എത്രയോ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ദൂതനെക്കുറിച്ച് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന കാര്യത്തിൽ നമുക്ക് തർക്കം വേണ്ട. അങ്ങനെ അങ്ങ് വിശ്വസിച്ചാൽ മതി, അതാണ് ശരിയെന്ന് നമുക്ക് കരുതാം.
അപ്പോൾ ദൂതനാണ്. ഇനി ദൂതൻ്റെ പ്രത്യേകത നോക്കിക്കോ, മേഘം ഉടുത്തിരിക്കുന്നു. ഈ മേഘം ഉടുക്കാൻ കഴിയുമോ? അതൊരു ആലങ്കാരിക പ്രയോഗമെന്ന് ഓർത്തോ. മേഘം, നമ്മുടെ തലയ്ക്ക് മുകളിലുള്ള മേഘം, മേഘത്തെ വസ്ത്രം പോലെ ഉടുത്തിരിക്കുക. അത് മേഘത്തെ കർത്താവോടുള്ള ബന്ധത്തിലും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കർത്താവിൻ്റെ വരവുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ഒക്കെ മേഘവും കർത്താവും തമ്മിൽ ഒരു അഭേദ്യ ബന്ധമുണ്ട്. അതുകൊണ്ടാകാം ഇത് കർത്താവ് എന്ന് പറയാൻ ചിലരെ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ ദൂതൻ തന്നെയാണ്. ദൂതൻ മേഘം ഉടുത്തിരിക്കുന്ന സംഭവത്തെക്കുറിച്ച് വേറെയും നമ്മൾ വേദഭാഗത്ത് കാണുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 1:7 വാക്യം നോക്കാം. വെളിപ്പാട് പുസ്തകം 1:7 വാക്യം. അത് കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നൊരു പരാമർശമാണ്. എന്നാൽ വായിച്ചോ. മേഘാരൂഢനായി, മേഘം ഉടുത്ത് നിൽക്കുന്ന ദൂതനെ കുറിച്ച് പറയുമ്പോൾ കർത്താവ് മേഘാരൂഢനായി വരുന്ന വിഷയം, മേഘത്തോടുകൂടെ ഇറങ്ങി വരുന്നു, മേഘത്തിൽ വരുന്നു എന്ന് പറയും പോലെ ദൂതൻ മേഘം ഉടുത്തിരിക്കുന്നു എന്ന് കരുതുന്നതിന് തെറ്റില്ല. അതുപോലെ തന്നെ മേഘവുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങളുണ്ട്. ഞാൻ അതൊക്കെ വായിച്ച് വിവരിക്കാനായിട്ട് വരുന്നില്ല. ജസ്റ്റ് ഒരു വാക്കൊന്ന് ഓർപ്പിച്ചു വന്നേ ഉള്ളൂ. ഇനി ഈ തലയിലെ ആകാശവില്ല് കണ്ടോ അവിടെ പറയുന്നത്, തലയിൽ ആകാശവില്ല്. അത് ഈ മഴവില്ലിനെ കുറിച്ച് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ അതൊരു വാഗ്ദത്തത്തിൻ്റെയും പിന്നെ പ്രതീക്ഷയുടെയും സമാധാനത്തിൻ്റെയും പ്രതീകമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ദൂതൻ ഈ വില്ല് എന്താ പറയുക ധരിച്ചു നിൽക്കുമ്പോൾ അങ്ങനെ ഒരു കാര്യം, അല്ലെങ്കിൽ ദൈവം കരുണയുള്ളവനും അപ്പോൾ തന്നെ അത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ദൈവത്തിൻ്റെ ന്യായവിധി നടക്കുന്ന വേളയിലും ദൈവത്തിൻ്റെ കരുണാകടാക്ഷത്തിൻ്റെ ആ സാന്ത്വന സ്പർശം അവിടെയും വെളിപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ന്യായവിധിക്കായി ഒരുങ്ങി നിൽക്കുന്ന ദൂതനെ വെളിപ്പെടുത്തുമ്പോഴും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആ പ്രദർശനമായിട്ട് ആ മഴവില്ലിനെ നമുക്ക് കണ്ടാൽ മതി എന്ന് ഓർപ്പിക്കട്ടെ. പിന്നെ മുഖത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. മുഖം ഏതുപോലെയാണ്? സൂര്യനെ പോലെ. ദൈവത്തിൻ്റെ മുഖം, ദൈവം സൂര്യനെ പോലെ പ്രകാശിക്കുന്നവനാണ്. അതിൻ്റെ ഭാഗങ്ങളൊന്നും എടുത്ത് ഞാൻ വായിക്കാതെ നിങ്ങൾക്കറിയാം. ദൈവം സൂര്യനെ പോലെ പ്രകാശിച്ചിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഒരു വാക്യം ഒന്ന് വായിച്ചു നോക്ക്. പുറപ്പാട് പുസ്തകം 34:29-30 വാക്യം. പുറപ്പാട് 34:29-30 വാക്യം. അത് ദൈവമക്കളും, ദൈവം മാത്രമല്ല ദൈവമക്കളും അങ്ങനെ പ്രകാശിക്കുന്നവരാണ് എന്നുള്ളതിൻ്റെ ഒരു അടയാളമായ വാക്യം വായിച്ചു. മോശയുടെ കാര്യമാണ് അവിടെ പറയുന്നത്. അതെ, അദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ ത്വക്ക് പ്രകാശിച്ചപ്പോഴേ അത് സാധാരണ ഒരു പ്രകാശമായിരുന്നില്ല. അത് നഗ്ന നയനങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു എന്താ പറയുക, ഒരു ഭയങ്കരമായ സൂര്യശോഭയെ വെല്ലുന്ന വിധത്തിലുള്ള ഒരു പ്രകാശമായിരുന്നു. ദൈവത്തിൻ്റെ മുഖപ്രകാശം കാണാൻ കഴിയാത്ത വിധത്തിൽ കണ്ണുകൾ പൊത്തിപ്പോയ സംഭവങ്ങളും നമ്മൾ കാണുന്നുണ്ട്. ദൂതനും പ്രകാശിക്കുന്നുണ്ട് എന്ന് പറയുന്നു. 18-ാം അധ്യായം ഇവിടുത്തെ വെളിപ്പാട് പുസ്തകം 18-1 വാക്യം നോക്കിക്കേ. അപ്പോൾ അവൻ്റെ തേജസ്സിനാൽ ഭൂമി പ്രകാശിച്ചു എന്ന് പറഞ്ഞാൽ അവൻ്റെ പ്രകാശത്താൽ, അവൻ്റെ വെളിച്ചത്താൽ ഒരു കണ്ടോ, ഭൂമി മൊത്തത്തിൽ പ്രകാശിക്കത്തക്ക വിധത്തിലുള്ള പ്രകാശം ഒരു ദൂതൻ്റെ മുഖത്തുണ്ടായി എന്നാണ്. ഇനി നമ്മളെ ഭാവിയിൽ ദൈവമക്കളായ നമ്മളും ഭാവിയിൽ അങ്ങനെ പ്രകാശിക്കും. എന്തിന്? ഇപ്പോഴേ നമ്മൾ പ്രകാശിക്കുന്നവരാ. വാക്യം അറിയാമല്ലോ, അവങ്കിലേക്ക് നോക്കിയവർ എന്ന് പറഞ്ഞാൽ ദുഃഖത്തിലും. ഇന്ന് നമ്മളിവിടെ കേട്ട് കുറേ സംഭവങ്ങൾ, ആശുപത്രിവാസം, മരണം, രോഗം, ഇല്ലായ്മകൾ, ഞെരുക്കം, അത്തരം പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ മുഖം പ്രകാശിക്കുകയാണ് വേണ്ടത്. പ്രകാശിക്കണം. കാരണം ഇരുളിൽ വെളിച്ചം ഉദിപ്പിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. മരണത്തിൽ ജീവൻ നൽകുന്നവനാണ് നമ്മുടെ കർത്താവ്. ആ ഒരു അനുഭവം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമുക്കെപ്പോഴും എൻജോയ് ചെയ്ത് ജീവിക്കാൻ കഴിയണം. അതാണല്ലോ പൗലോസ് പറയുന്നത്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ,
സന്തോഷിക്കാൻ പറ്റാത്ത ജീവിതാനുഭവങ്ങളിലൂടെ പോകുമ്പോഴും സന്തോഷിക്കുന്നവരാകണം, സന്തോഷിക്കാൻ കഴിയുന്നവരാകണം. അതാണ് ദൈവമക്കൾ മറ്റുള്ളവരിൽ നിന്നുള്ള വ്യത്യാസം എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് പ്രകാശിക്കാം, പ്രകാശിതരായിട്ട് തന്നെ ജീവിക്കാം. നമ്മളും പ്രകാശിക്കാൻ പോകുക. വചനമുണ്ട് മത്തായിയുടെ, ഞാൻ എല്ലാം എടുത്തെടുത്തൊക്കെ പറയുന്നില്ലെന്നേ ഉള്ളൂ. മത്തായി 13 പറയുന്നുണ്ട്, നമ്മൾ സൂര്യനെ പോലെ പ്രകാശിക്കുന്നവരായിരിക്കും. 1 കൊരിന്ത്യർ 15 അധ്യായത്തിൽ പുനരുത്ഥാന ശരീരത്തെക്കുറിച്ച് പറയുമ്പോൾ നക്ഷത്രങ്ങളെപ്പോലെ, ചന്ദ്രനെ പോലെ, പിന്നെ സൂര്യനെ പോലെയൊക്കെ നമ്മൾ പ്രകാശിക്കുമെന്ന് പറയുന്നില്ല. അപ്പോൾ ഈ ദൂതൻ പ്രകാശിക്കുന്നെന്ന് പറയുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ പ്രകാശം തന്നെയാണ്. അതുപോലെ ദൈവത്തിൻ്റെ പ്രകാശം, ദൈവത്തിൻ്റെ മുഖശോഭ അങ്ങനെയാണ്, ദൂതൻ്റെ മുഖശോഭ അതാണ്, ദൈവമക്കൾക്കും അങ്ങനെയാണ് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ സാരം. മുഖം അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് കാൽ തീത്തൂണ് പോലെ എന്നാണ്. തീത്തൂണ് പോലെ, തീത്തൂണ് എന്ന് പറയുമ്പോൾ നോക്കി, അത് ന്യായവിധിയുടെ അങ്ങേയറ്റം പറയാവുന്ന ഒരു വാക്കാണ്. കർത്താവിനെ കുറിച്ച് 1 അധ്യായത്തിൽ പറയുന്നുണ്ട്, അവളുടെ കാൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശമെന്ന് നമ്മൾ വായിക്കുന്നു. അത് പത്മോസിൽ വെളിപ്പെട്ട യേശുവിൻ്റെ അംഗവർണ്ണനയാണ്. അവിടെ കർത്താവ് കരുണയുള്ളവനായിട്ടല്ല വെളിപ്പെടുന്നത്, ന്യായാധിപതിയായിട്ട് മഹത്വപ്രത്യക്ഷതയിൽ വരുന്ന കാര്യത്തിൻ്റെ ഒരു ഭാഗമായിട്ടും കൂടിയിരിക്കുക. പത്മോസിൽ വെളിപ്പെട്ട കർത്താവിൻ്റെ കാല്, അതിൻ്റെ ഒരു വകഭേദം എന്ന വണ്ണം ഇവിടെ പറയുന്ന വ്യത്യസ്തനായ ഈ ദൂതൻ്റെ കാല് തീത്തൂണ് പോലെ ഇരിക്കുന്നു. അതുകൊണ്ടും തീരുന്നില്ല. അടുത്തെന്താണ്, അവൻ്റെ കയ്യിൽ ഒരു പുസ്തകം ഉണ്ടായിരുന്നു. അതെന്തായാലും വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ദൂതൻ്റെ കയ്യിൽ പുസ്തകം ഉണ്ടായിരുന്നു. അത് എന്ത് പുസ്തകമാണെന്നും ആ പുസ്തകത്തെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ചെറിയ, അത് മാത്രം ഒരു പഠനമാക്കണം യഥാർത്ഥത്തിൽ പറഞ്ഞാൽ. ഏതായാലും ഈ പുസ്തകത്തിൻ്റെ, ഈ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് ആ പുസ്തകത്തെക്കുറിച്ചൊരു പരാമർശം വരുന്നത് കൊണ്ട് ഞാൻ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഏതായാലും അവൻ്റെ കയ്യിലൊരു മൊബൈലുണ്ടായിരുന്നു എന്ന് പറയുന്നതിനേക്കാളും നല്ലതല്ല, അവൻ്റെ കയ്യിലൊരു അതാണ്. അപ്പോൾ അവൻ്റെ കയ്യിലൊരു പുസ്തകം ഉണ്ടായിരുന്നു. പുസ്തകം, ഈ പുസ്തകപ്രേമികളെ പുളകം കൊള്ളിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ്. അവൻ്റെ കയ്യിലൊരു പുസ്തകം ഉണ്ടായിരുന്നു. ആരുടെ? ഈ പ്രത്യേക രീതിയിൽ വെളിപ്പെട്ട് നിൽക്കുന്ന ദൂതൻ്റെ കയ്യിൽ. അതിരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് അവൻ്റെ വലങ്കാൽ സമുദ്രത്തിന്മേലും ഇടങ്കാൽ ഭൂമിമേലും വെച്ചു. അതെങ്ങനെയാ? ഒരു ദൂതൻ്റെ കാല്, ഒരു കാല് സമുദ്രത്തിലിരിക്കുന്നു, മറ്റേ കാല് ഭൂമിമേലിരിക്കുന്നു. അപ്പോൾ അതൊന്ന് ഭാവനയിൽ നിന്ന് ഓർത്ത് നോക്കിക്കേ. അതാ ഈ വെളിപ്പാട് പുസ്തകത്തിലെ ചില പ്രയോഗങ്ങൾ അക്ഷരീകമായ ഒരു വ്യാഖ്യാനത്തെക്കാളുപരി ആ വാക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന ആത്മീയ അർത്ഥത്തിനും ആ ആലങ്കാരിക പ്രയോഗം കൊണ്ട് ദൈവം അർത്ഥമാക്കുന്ന ഉദ്ദേശിക്കുന്ന ആത്മീയ അർത്ഥവും കൂടെ ഉൾക്കൊള്ളാൻ കഴിയണം. ഇതിൻ്റെ ചുരുക്കം പറഞ്ഞാൽ ഭൂമിയും സമുദ്രവും, അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ഒരു കാൽ ഭൂമിയിലും ഒരു കാൽ സമുദ്രത്തിലുമായിട്ട് വച്ചിരിക്കുമ്പോൾ ഇത് ദൈവത്തിൻ്റെ സർവാധികാരത്തെ സൂചിപ്പിക്കുക. ദൈവത്തിന് സ്വർഗത്തിലും അധികാരമുണ്ട്, ദൈവത്തിന് കരയിൽ ഭൂമിയിന്മേൽ അധികാരമുണ്ട്, ദൈവത്തിന് വെള്ളത്തിൽ അല്ലെങ്കിൽ കടലിന്മേൽ അധികാരമുണ്ട്. ഇല്ലയോ? നോക്കിക്കുക, ഒരു വാക്യം നമുക്കൊന്ന് വായിക്കാം. 69-ാം സങ്കീർത്തനം അതിൻ്റെ 34-ാമത്തെ വാക്യം. 69-ാം സങ്കീർത്തനം 34-ാമത്തെ വാക്യം നോക്കിക്കേ. ആകാശവും ഭൂമിയും സമുദ്രങ്ങളും അവയിൽ ചരിക്കുന്ന അവനെ സ്തുതിക്കട്ടെ. അവയും അവയിലുള്ളതെല്ലാം ദൈവത്തിനുള്ളതാ. ആകാശവും ആകാശത്തിലുള്ളതും ഭൂമിയും ഭൂമിയിലുള്ളതും സമുദ്രവും സമുദ്രത്തിലുള്ളതും അവൻ സൃഷ്ടിച്ചവനാ. അതിൻ്റെ മേലുള്ള അവകാശം അവനുണ്ട്, അധികാരമുണ്ട് എന്നും കൂടി ഓർക്കുക. അപ്പോൾ ദൂതൻ അങ്ങനെ ചവിട്ടി നിൽക്കുമ്പോൾ അവൻ്റെ അതിന്മേലുള്ള അധികാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി അങ്ങനെ ചവിട്ടി നിൽക്കുന്നു, അതിൻ്റെ കൂടെ സിംഹം അലറും പോലെ അത്യുച്ചത്തിൽ ആർത്തു എന്നാണ് ദൂതൻ്റെ ശബ്ദമാണ് പറയുന്നത്. പെരുവെള്ളത്തിനൊത്ത ശബ്ദമെന്നാണ് നമ്മൾ 1-ാം അധ്യായത്തിൽ കർത്താവിനെ കുറിച്ച് വായിക്കുന്നത്. ഇവിടെ ദൂതൻ ആർത്തപ്പോൾ അത്യുച്ചത്തിൽ ആർക്കുന്ന സിംഹമാർക്കും പോലെ, സിംഹം അലറും പോലെ ആർത്തു എന്നാണ്. സിംഹത്തിൻ്റെ അലർച്ചയെക്കുറിച്ച് നമ്മൾ പത്രോസിൻ്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, അലറുന്ന സിംഹം പോലെ എന്നാണ്. സിംഹത്തിൻ്റെ അലർച്ച ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സ്നേഹത്തിൻ്റെയും കരുണയുടെയും ആർദ്രതയുടെയും മാതൃപിതൃ വാത്സല്യത്തിൻ്റെയും പ്രതീകമല്ല. അത് കടിച്ചു കീറലിൻ്റെയും ന്യായവിധിയുടെയും അങ്ങേയറ്റം കോപത്തിൻ്റെയും പ്രതീകമാണ്. അപ്പോൾ ഈ ദൂതൻ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ട് കാല് തീത്തൂണ് പോലെയും അലറുന്ന സിംഹത്തെപ്പോലെയും
ഈ പറഞ്ഞ ഭീമാകാരമായ ഒരു രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുമ്പോൾ ദൂതൻ്റെ ഈ വരവ് കൊണ്ട് തീർച്ചയായിട്ടും എന്തോ വലിയൊരു സംഭവം നടക്കാൻ പോവുക. എന്താ നടക്കാൻ പോകുന്ന സംഭവം? ഇനി 7ാമത്തെ കാഹളം ഊതാൻ പോകുക. അതിൻ്റെ മുന്നൊരുക്കമായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തി തരുന്ന ഒരു സൂചന ഈ ദൂതവർണ്ണനയിൽ നമുക്ക് കാണാം. സിംഹമലറും പോലെ ദൈവത്തിൻ്റെ ന്യായവിധിയുടെ ഒച്ചയാണ്. വേണമെങ്കിൽ 1-2 വാക്യങ്ങൾ നോക്കാം. ആമോസിൻ്റെ പ്രവചനം എടുത്തേ. ആമോസിൻ്റെ പ്രവചനം 3-ാം അധ്യായം 8-ാമത്തെ വാക്യം, 3:8. ആമോസിൻ്റെ പ്രവചനം 3-ാം അധ്യായം 8-ാമത്തെ വാക്യം നോക്കിക്കേ. സിംഹം ഗർജിച്ചിരിക്കുന്നു, ആർ ഭയപ്പെടാതിരിക്കും. ഈ സിംഹം യഹൂദാ ഗോത്രത്തിലെ വീരനാം സിംഹമായ നമ്മുടെ കർത്താവിനെ, അത്യുന്നതനായ ദൈവത്തെയാണ് വെളിപ്പെടുത്തുന്നത്. അവൻ ഗർജിച്ചിരിക്കുന്നു, ആര് ഭയപ്പെടാതെ. സിംഹം ഗർജിച്ചാൽ കാട്ടിലെ സകല ജീവജാലങ്ങളും അതുപോലെ തന്നെ ഭയപ്പെടും, നടുങ്ങും. അതുപോലെ ദൈവം ഗർജിച്ചാൽ, അല്ലെങ്കിൽ ദൈവം അലറിയാൽ, ശബ്ദിച്ചാൽ ഭയപ്പെടാതിരിക്കുന്നത് ആര്? ഇതാ ന്യായവിധിയുമായി ഇറങ്ങി വരുന്ന ദൂതൻ ഇതാ സിംഹം ഗർജിക്കും പോലെ ഗർജിക്കുക. നോക്കിക്കോ, ഗർജിച്ചു, ആർത്തപ്പോൾ 7 ഇടിനാദം മുഴക്കി. 7 ഇടിനാദം. ഇവൻ ഗർജിച്ചു, ദൂതൻ ഗർജിച്ചു. അതിൻ്റെ തുടർച്ചയായിട്ട് 7 ഇടിനാദം മുഴക്കി എന്നാണ്. ഈ 7 ഇടിനാദം മുഴക്കിയപ്പോൾ, ഇടിവെട്ടിയെന്ന് നമ്മൾ പറയുമല്ലോ, ആ ഇടിനാദം മുഴങ്ങിയപ്പോൾ ഈ യോഹന്നാനെ കുറിച്ചൊരു പരാമർശമുണ്ട്. 7 ഇടിനാദം മുഴക്കി. ആ 7 ഇടിനാദം മുഴക്കിയപ്പോൾ ഞാനെന്നവിടെ ഉദ്ദേശിക്കുന്നത് യോഹന്നാൻ. 7 ഇടിനാദം അന്തരീക്ഷത്തിൽ അതിശക്തമായിട്ട് മുഴങ്ങുമ്പോൾ ഞാൻ എഴുതുവാനായിട്ട് ഭാവിച്ചു. എന്നാൽ 7 ഇടിമുഴക്കിയത് എഴുതാതെ മുദ്രയിട്ടേക്ക എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. ഇവിടെ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഇടിമുഴക്കി. ആ ഇടി എന്ന് പറയുന്നത് കേവലം നമ്മൾ ഈ മഴക്കാലത്ത് ആകാശത്ത് ഉണ്ടാകുന്ന ഒരു ഇടിശബ്ദം അതുപോലെ കേവലം ഒരു ശബ്ദമാണോ, അല്ല ആ ഇടിക്കകത്ത് എന്തെങ്കിലും മെസ്സേജ് ഉണ്ടായിരുന്നുവോ എന്നൊക്കെ ഒരു സംശയമുണ്ട്. അങ്ങനെ ചിന്തിക്കാനായിട്ട് ന്യായമുണ്ട്. എന്നാൽ ഇവിടെ അതിനെക്കുറിച്ചൊരു എന്താ പറയുക, വ്യക്തത നമുക്ക് കിട്ടുന്നില്ല. ഇടിമുഴക്കി. ആ ഇടിമുഴക്കിയപ്പോൾ സ്വർഗത്തിൽ നിന്ന് വേറൊരു ശബ്ദം ഉണ്ടായി. ഇടിമുഴക്കിയപ്പോൾ യോഹന്നാൻ എന്താ ചെയ്തത്? എഴുതാൻ തുടങ്ങി. യോഹന്നാൻ ഈ പുസ്തകം മൊത്തത്തിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതാ? എഴുതിക്കൊണ്ടിരിക്കുക. 1-ാം അധ്യായത്തിൽ നമ്മൾ കേട്ടില്ലയോ? എത്രയോ വട്ടം നമ്മൾ കേട്ടതാ, നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതുക. അപ്പോൾ യോഹന്നാൻ ഇപ്പോൾ അവൻ്റെ കണ്ണിൻ്റെ മുമ്പിലൂടെ പ്രദർശിപ്പിക്കപ്പെടുന്ന, പുസ്തകത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന ഓരോ സംഭവങ്ങളും ഇങ്ങനെ പ്രത്യക്ഷപ്പെടുമ്പോൾ ഇവൻ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ സംഭവവും ഈ ഇടിമുഴക്കിയപ്പോഴും ഇവൻ എഴുതാൻ തുടങ്ങിയപ്പോൾ അടുത്തൊരു ശബ്ദം പറയുക, എഴുതണ്ട. മനസ്സിലായോ? ഈ ഒരുവിധപ്പെട്ട ആളുകൾക്കാണെങ്കിൽ ഇഷ്ടപ്പെടത്തില്ല. കാരണം ഒരിക്കൽ പറയുന്നു എന്തുവാ എഴുതാൻ, ഇപ്പോൾ പറയുന്നു പിന്നെ ഏതാ കിടക്കുന്നത്, നിൻ്റെ ഇഷ്ടത്തിന് അങ്ങ് ചെയ്തേക്കെന്നും പറഞ്ഞിട്ടിട്ട് പോകുമായിരുന്നു. പക്ഷേ ഈ യോഹന്നാൻ അങ്ങനെ ചെയ്തില്ല. യോഹന്നാൻ, പ്രത്യേകിച്ച് ഇതൊക്കെ കണ്ടും കേട്ട് എഴുതുന്ന യോഹന്നാനെ ഒന്ന് ഓർത്ത് നോക്ക്. ഈ കാഴ്ചകളെല്ലാം കാണുന്നതും കേൾക്കുന്നതുമായത് വിടാതെ ഇമവെട്ടാതെ അദ്ദേഹം നന്നായിട്ട് എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ സംഭവം എഴുതാനായിട്ട് അദ്ദേഹം അങ്ങ് തുടങ്ങിയപ്പോൾ വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്നുണ്ടായിട്ട് പറയാ, എഴുതണ്ട. അപ്പോൾ ഇതിനകത്ത് 1-2 കാര്യങ്ങൾ നമ്മൾ എടുത്ത് മനസ്സിലാക്കേണ്ടത്. ഇടിവെട്ടിയത് എന്തിനായിരുന്നു? ഇടിവെട്ടിയ ശബ്ദത്തിനകത്ത് എന്തായിരുന്നു? ഈ വേദപുസ്തകത്തിൽ ഇടിവെട്ടുന്ന പല സംഭവങ്ങളുണ്ട്. ഇടിനാദം മുഴങ്ങിയതായ അതിൽ ഒരു സംഭവം ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. നോക്കിക്കോ, യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ അതിനു മുമ്പ് യെശയ്യാവ് സങ്കീർത്തനം 29:3 നോക്ക്. ദൈവം ഇടിവെട്ടി മുഴക്കുന്നവനും ഇടിനാദത്തിലൂടെ സംസാരിക്കുന്നവനുമാണ് എന്ന് 29-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ കാണുന്നുണ്ടല്ലോ. വായിച്ചാട്ടെ. യഹോവയുടെ ശബ്ദം. ആ ശബ്ദം വെറും ഒരു ശബ്ദമല്ല, യഹോവയുടെ ശബ്ദത്തിനകത്തൊരു മെസ്സേജ് ഉണ്ട്. ആ ശബ്ദം വെള്ളത്തിന്മേൽ മുഴങ്ങുന്നു. അടുത്ത്
ഇടിമുഴക്കുന്നു. മതി. ഇടിമുഴക്കുന്നവനായ ദൈവം ഇടിമുഴക്കി തൻ്റെ എന്താ പറയുക ഹിതം അല്ലെങ്കിൽ തൻ്റെ പദ്ധതി സന്ദേശം വെളിപ്പെടുത്തുന്ന ദൈവം. ഞാനത് മനസ്സിൽ വെച്ചിട്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് വരാം. അതിൻ്റെ 12-ാം അധ്യായം 28-ാം വാക്യം. യോഹന്നാൻ 12:28. യോഹന്നാൻ 12:28. ഇത് ശ്രദ്ധിച്ചോടെ. ഞാൻ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും എന്നൊരു ശബ്ദമുണ്ടായി. എന്നിട്ട് ആ ശബ്ദം കേട്ടിട്ട് അടുത്ത് നിന്ന ആളുകൾ, അപ്പോൾ അടുത്ത് നിന്ന ആളുകൾക്ക് എന്തുവാ കേട്ടത്? ഒരു ഇടി വെട്ടിയത് കേട്ടു. അപ്പോൾ നമ്മൾ ഒരു ഇടി വെട്ടി, അത്രേ നമ്മൾ കേട്ടുള്ളൂ. പക്ഷെ ആ ഇടിയിൽ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു എന്നാണ് അതിൻ്റെ തൊട്ട് മുകളിൽ എഴുതിയിരിക്കുന്നത്. ദൈവം പുത്രനോട് സംസാരിക്കുക. ആ സംസാരിക്കുന്ന സന്ദേശം, ആ സന്ദേശമായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ആളുകൾക്ക് എന്ത് തോന്നി? ഇടി വെട്ടിയെന്ന് തോന്നി. പക്ഷേ ഇടിയല്ല, അതിനകത്തൊരു എന്താ പറയുക, ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, ഒരു ദൂതുണ്ടായിരുന്നു, ഒരു സീക്രട്ട് മെസ്സേജ് ഉണ്ടായിരുന്നു. അതറിയേണ്ടവരറിഞ്ഞു. മനസ്സിലായോ? ഇതുപോലെ ഇവിടെ നോക്കിക്കോ, ഒരു ഇടിനാദം മുഴക്കി. അതെന്താണെന്ന് എഴുതാനായിട്ട് യോഹന്നാൻ തുടങ്ങുമ്പോൾ അടുത്തൊരു ശബ്ദം പറയുക, വേണ്ട, എഴുതണ്ട. അപ്പോൾ എന്തോ ഉണ്ടല്ലോ അതിനകത്ത്. ആ ഉള്ളതായ മെസ്സേജ് എഴുതാൻ ദൈവം അവനെ അനുവദിച്ചില്ല. അതിനുവേണ്ടി അവിടെ എന്താ പറഞ്ഞത്? എഴുതാതെ മുദ്രയിടുക എന്ന് പറഞ്ഞ് ഇത്രയേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം തടഞ്ഞു വെച്ചു, അതിന് സ്റ്റോപ്പ് ചെയ്തു. അതെന്താണെന്നറിയാമോ? അത് ഇനി നടക്കാൻ പോകുന്ന എന്തൊക്കെയോ എന്താ പറയുക, ആ വാക്ക് ദുരൂഹമായ, ഭീകരമായ, ദൈവികമായ പ്രവൃത്തികൾ അതിനകത്തുണ്ട്. അതിപ്പോൾ വെളിപ്പെടുത്തണ്ട, അത് സമയമാകുമ്പോൾ അങ്ങ് വെളിപ്പെടുത്താം. ഇപ്പോൾ അതിനെ നീ എഴുതി വെളിപ്പെടുത്തണ്ട, മറച്ചു വെച്ചിരിക്കുക. ഇതൊരു വലിയ വിഷയമാണ് കേട്ടോ. വെളിപ്പെടുത്തപ്പെട്ടതുകൊണ്ട് വെളിപ്പെടുത്തപ്പെടാത്തവയുമുണ്ട്. ഞാൻ ഈ പുസ്തക പഠനത്തോടുള്ള ബന്ധത്തിൽ പറയാം. പുസ്തകം നമ്മൾ തിരിച്ചും മറിച്ചും തലങ്ങും വിലങ്ങുമായി എത്ര പ്രാവശ്യം പഠിച്ചാലും വെളിപ്പാട് പുസ്തകത്തിനകത്ത് നമുക്ക് വെളിപ്പെടുത്തി കിട്ടാത്ത പലതും ശേഷിക്കാറുണ്ട്. അതെല്ലാം വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട്. അതെവിടെയാണെന്നറിയാമോ? അതിൻ്റെ പൂർണ്ണതയിൽ നമ്മൾ അറിയുന്നത് അവിടെയാണ്. അതുകൂടെ നിങ്ങൾ മനസ്സിൽ വെച്ചോണം. വ്യാഖ്യാതാക്കൾക്ക് അബദ്ധങ്ങൾ വരാം, അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം, ഗ്രഹിക്കുന്നതിന് നമുക്ക് പരിമിതിയുണ്ട്. അതൊക്കെ ദൈവം മറച്ചു വച്ചിരിക്കുക. പക്ഷെ ഒരു കാര്യം, മറച്ചു വച്ചിരിക്കുന്നതിനെക്കുറിച്ച് കൂടുതൽ തലപുകയാനും ഇങ്ങനെ ചൂഴ്ന്നിറങ്ങാനും തലനാരിഴ കീറി ഇറങ്ങി തെറ്റുകളിലേക്ക് പോകാതിരിക്കുകയുമായിരിക്കും നല്ലത്. അതുപോലെ തന്നെ വെളിപ്പെടുത്തപ്പെട്ടവയുണ്ട്. ഒരു വാക്യം നമുക്ക് നോക്കിയിട്ട് വരാം. ആവർത്തന പുസ്തകം എടുത്തേ. ആവർത്തന പുസ്തകം അതിൻ്റെ 29-ാം അധ്യായം 28-ാമത്തെ വാക്യം നോക്ക്. ആവർത്തനം 29-28. ആവർത്തനം 20. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് നമുക്കുള്ളതല്ലെന്ന്. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്കുള്ളതല്ല. അതങ്ങനെ ഇരുന്നോട്ടെ, അത് ദൈവത്തിനുള്ളതാണ്. ഇനി അടുത്ത് നോക്കിക്കോ. വെളിപ്പെട്ടിരിക്കുന്നവയോ നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിനെ അതുപോലെ അങ്ങ് അംഗീകരിക്കുക, അതിനെ അതുപോലെ അങ്ങ് ഏറ്റെടുക്കുക, അതിനനുസരിച്ച് നടക്കാനുള്ളതാണ്. ഈ പ്രാക്ടിക്കൽ ജീവിതത്തിൽ അനുവർത്തിച്ച് നടക്കേണ്ട കാര്യങ്ങളെല്ലാം ദൈവം പച്ച മലയാളത്തിൽ വ്യാഖ്യാനം കൂടാതെ നമുക്ക് തന്നിട്ടുണ്ടോ? ഞാനൊരു കുഞ്ഞു ദൃഷ്ടാന്തം പറയാം. 1-ാം സങ്കീർത്തനം 1-ാം വാക്യം അറിഞ്ഞൂടെ? ഇനി ഇതിനകത്ത് ഇത് മനസ്സിലാക്കാൻ മൂലഭാഷയിലൊന്നും പോകണ്ട. ഇത് മനസ്സിലാക്കാൻ ഒരു വ്യാഖ്യാനമൊന്നും വേണ്ട.
ഇത് വ്യക്തമായി വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അതെന്തിനെന്നാണ് നമ്മളിപ്പോൾ ആവർത്തന പുസ്തകത്തിൽ വായിച്ചത്? അതനുസരിച്ച് നാമും നമ്മുടെ മക്കളും എന്ത് ചെയ്യുന്നതിനാ? നടക്കേണ്ടതിന്. സ്തോത്രം. അപ്പോൾ ഇവിടുത്തെ ഈ രഹസ്യം ഞാൻ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഇത്രയും പറഞ്ഞു തന്നേ ഉള്ളൂ. നമുക്ക് വീണ്ടും പോകാം, വിഷയത്തിലേക്ക് പോകാം. അപ്പോൾ ഇടിവെട്ടി ആ ശബ്ദം എന്താണെന്ന് യോഹന്നാന് മറച്ചു വെച്ചു, അതിനെ മുദ്രയിട്ട് മാറ്റിവെക്കാൻ പറഞ്ഞു. അടുത്ത് എഴുതണ്ട എന്നും പറയുന്നു. യോഹന്നാനെ ആ കാര്യത്തിൽ വിലക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നോക്കിക്കോ, വീണ്ടും വിഷയത്തിലേക്ക്, ആ ദൂതൻ്റെ കാര്യത്തിലേക്ക് വരികയാണ്. 5-ാം വാക്യം, സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്നവനായി ഞാൻ കണ്ട ദൂതൻ, ഇത്രയും നേരം നമ്മൾ വിവരിച്ചു കൊണ്ടിരുന്ന ആ ദൂതൻ വലങ്കൈ ആകാശത്തേക്ക് ഉയർത്തി, ഇനി കാലമുണ്ടാകയില്ല, 7-ാമത്തെ ദൂതൻ കാഹളം ഊതുവാനിരിക്കുന്ന നാദത്തിൻ്റെ കാലത്ത് ദൈവത്തിൻ്റെ മർമ്മം അവൻ തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ നിവൃത്തിയാകുമെന്ന് ആകാശവും അതിലുള്ളതും ഭൂമിയും അതിലുള്ളതും സമുദ്രവും അതിലുള്ളതും സൃഷ്ടിച്ചവനായി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ ചൊല്ലി സത്യം ചെയ്തു. ഇത് ആ ദൂതൻ, ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ആ പ്രത്യേക രൂപത്തിൽപ്പെട്ട ദൂതനുണ്ടല്ലോ, ആ ദൂതൻ പ്രസ്താവിക്കുന്ന ഒരു പ്രസ്താവന, അല്ലെങ്കിൽ അദ്ദേഹം ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെയ്യുന്ന ഒരു സത്യവാചകം എന്ന് പറയാം. അദ്ദേഹം ചെയ്യുന്ന ഒരു പ്രതിജ്ഞ എന്നും കൂടി വേണമെങ്കിൽ പറയാം. ഈ ദൂതൻ ചെയ്യുന്നത് കണ്ടോ? ഒന്നും കൂടി പറഞ്ഞ് അല്ലെങ്കിൽ വായിച്ച് ശ്രദ്ധിച്ച്, ആ ദൂതൻ സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്നവനെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അങ്ങനെയാണല്ലോ ഇവൻ നിന്നത്, ചവിട്ടി നിന്നത്. ആ നിന്ന ദൂതൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? 2 കാലും ഭൂമിമേലും സമുദ്രത്തിന് മേലും ചവിട്ടി നിൽക്കുക. എന്നിട്ടിപ്പോൾ വലങ്കൈ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ആകാശത്തേക്ക് ഉയർത്തുന്നു. കണ്ടോ? ആകാശത്തേക്ക് ഉയർത്തി. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇനി കാലം ഉണ്ടാകുകയില്ല. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക്, അപ്പോൾ ഇനി കാലമില്ലേ? തീർന്നോ? അതിനെ ഒരു അർത്ഥത്തിൽ ചിന്തിച്ചോ. കാലം ഉണ്ടാകുകയില്ലെന്ന് പറഞ്ഞാൽ കാലം തീർന്നിട്ടില്ല, കാലം പിന്നെയും തുടരുക. ഇപ്പോൾ മഹാപീഡന കാലത്തിൻ്റെ തന്നെ ഇനിയും കിടക്കുക, ബാക്കി ഏതാണ്ട് പകുതി കാലം. അത് കഴിഞ്ഞ് സഹസ്രാബ്ദ വാഴ്ച 1000 വർഷകാലം കിടക്കുക. പിന്നെ അത് കഴിഞ്ഞുള്ള ന്യായവിധി, പിന്നെയാണ് നിത്യത. അപ്പോൾ കാലം തുടരുക. കാലം ഉണ്ടാകുകയില്ലെന്ന് പറഞ്ഞാൽ ദൂതൻ പറയുന്ന അതോടുകൂടെ കാലത്തിന് തിരശ്ശീല വീണു എന്നല്ല ആ വാക്കുകൊണ്ട് അർത്ഥമാക്കേണ്ടത്. കാലം ഇങ്ങനെ മുമ്പോട്ട് പോകുക. പിന്നെ ഇവൻ എന്തുവായി കാലം ഉണ്ടാകുകയില്ല എന്ന് പറയുന്നത്? അതായത് ഇനി എന്താണോ അദ്ദേഹം പറയാൻ വരുന്നതെന്നറിയാമോ? ദൈവത്തിൻ്റെ മർമ്മമായിട്ട് ദൈവം വച്ചിരിക്കുന്ന കുറേ കാര്യങ്ങൾ അതിൻ്റെ പ്രവൃത്തിപഥത്തിൽ ദൈവം വെളിപ്പെടുത്തി നിവർത്തിക്കുന്നതിന് ഇനി താമസമില്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. മനസ്സിലായോ? നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഇതൊന്നും മനസ്സിലാകുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് കുറഞ്ഞ പക്ഷം ഒന്നിങ്ങനെയെങ്കിലും ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴെങ്കിലും ഇങ്ങനെ ഒന്ന് ആക്കുമ്പോൾ ഞാൻ മനസ്സിലായെന്ന് കേട്ടോ. പറഞ്ഞത് മനസ്സിലായി. കാലം ഉണ്ടാകുകയില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് കാലം ഇങ്ങനെ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. പിന്നെയോ 7-ാമത്തെ ദൂതൻ ഇനി ഊതാൻ പോവുക. ആ ഊതുന്ന വേളയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് ഭൂമിയിൽ നിവർത്തിക്കപ്പെടുന്നതിന് ഇനി താമസമില്ല. പെട്ടെന്ന് അടുത്തടുത്ത് വന്നു. ഇതാ എത്തിക്കഴിഞ്ഞു, ഇതാ വരാൻ പോകുന്നു. ഇപ്പം നമ്മൾ പറയുമല്ലോ, ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. ആ സമയത്തേക്ക് നമ്മൾ അടുത്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ആ അർത്ഥത്തിൽ ഇത് ചിന്തിക്കുന്നതാണ് യുക്തം. ഈ ദൂതൻ പറയുക, അവൻ്റെ കാല് ഭൂമിയിൽ, ഒരു കാല് സമുദ്രത്തിൽ, ഒരു വലം കൈ ഇപ്പോൾ ആകാശത്തേക്ക് ഉയർത്തി നിൽക്കുക. നല്ല ഒരു രൂപമായിട്ട് എനിക്കത് കാണുക. ആ മനുഷ്യൻ അല്ലെങ്കിൽ ആ ദൂതൻ അങ്ങനെ സമുദ്രത്തിലും ഭൂമിയിലുമായി കാൽ ചവിട്ടി ആകാശം തൊടുമാറ് കൈ ഉയർത്തിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഇനി കാലം ഉണ്ടാകുകയില്ല. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, നോക്കിക്കോ, 7-ാമത്തെ ദൂതൻ കാഹളം ഊതുവാനിരിക്കുന്ന നാദത്തിൻ്റെ കാലത്ത് ദൈവത്തിൻ്റെ മർമ്മം അവൻ തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ. കണ്ടോ? അദ്ദേഹം പറയുകയാണ്, ദൈവത്തിൻ്റെ മർമ്മങ്ങൾ തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം, ദൈവത്തിൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം ദൈവം എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ എന്തറിയിച്ചു? മർമ്മം.
അത് ഈ പാപത്തിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയാണ്, ദൈവം തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് ദൈവത്തിൻ്റെ മർമ്മം അറിയിച്ചു കൊടുത്തു. അപ്പോൾ ഇനി നമ്മൾ അവിടെ നിന്ന് പഠിച്ചാൽ ഒരു 2 ക്ലാസ്സിലെങ്കിലും പറയേണ്ട ഒരു വിഷയം അതിനകത്ത് കിടക്കുക. ആ വിഷയത്തിൻ്റെ പേര് ദൈവിക മർമ്മം. എന്തോന്ന്? ദൈവിക മർമ്മം. നിങ്ങൾക്ക് ഒരു മർമ്മം പറയാമോ? ദൈവം, ഈ മർമ്മം എന്ന് പറഞ്ഞ, മർമ്മം എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു നിശ്ചിത കാലം വരെ മറച്ചു വെച്ചിട്ട് ഒരു പ്രത്യേക സമയം വരുമ്പോൾ എന്താ, അല്ലാതെ മർമ്മം എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് അറിയാൻ പറ്റാത്ത പരമരഹസ്യം എന്നല്ല അതിൻ്റെ അർത്ഥം. നമുക്ക് പദത്തിൽ അങ്ങനെ ഒരു ധ്വനി തോന്നിയാലും അതല്ല അതിൻ്റെ അർത്ഥം. ഒരു കാലത്ത് മറഞ്ഞിരുന്ന് അത് വെളിപ്പെടുത്തേണ്ട സമയമായപ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു? വെളിപ്പെടുത്തി. ആ പ്രക്രിയയ്ക്കാണ്, ആ ഒരു അവസ്ഥാവിശേഷത്തിനാണ് മർമ്മം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെ ദൈവത്തിന് അനേക മർമ്മങ്ങളുണ്ട്, ഒരുപാട് മർമ്മമുണ്ട്. ഇപ്പോൾ ഉദാഹരണം, ക്രിസ്തു ഒരു മർമ്മമാണ്, ദൈവമർമ്മമാണ് ക്രിസ്തു. നമ്മൾ അറിയിക്കുന്ന സുവിശേഷം ഒരു മർമ്മമാണ്. ദൈവഭക്തിയുടെ മർമ്മം സമ്മതാമാഹം വണ്ണം എന്ന് നമ്മൾ തീമോഥെയോസിൻ്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. ഇനി ഒരു മർമ്മം നിങ്ങൾക്ക് പറയാമോ? ഒരു മർമ്മം അതുപോലെ പറഞ്ഞിട്ടുള്ള, അങ്ങനെ ഞങ്ങൾ പറഞ്ഞു തന്നിപ്പോൾ നിങ്ങൾ പറയേണ്ടത് അങ്ങ് പറഞ്ഞാൽ മതി എന്നല്ലേ നിങ്ങൾ ധരിക്കുന്നത്. ഞാൻ പറയട്ടെ, ഒരു മർമ്മം കൂടി പറയാം. ദൈവസഭ ഒരു മർമ്മം എന്ന് എബേസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു. അനാദികാലങ്ങളിൽ മറഞ്ഞു കിടന്നതാണ്. ഇപ്പോൾ അവൻ്റെ ദാസന്മാരായ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലത്ത് വെളിപ്പെട്ടിരുന്നില്ല. ദൈവസഭ ഒരു മർമ്മം. ഇനിയും ഒരുപാടുണ്ട്. അല്ല, നമ്മുടെ വിഷയത്തോട് ഏറ്റവും നല്ലൊരു മർമ്മം പറയാം. പൗലോസ് പറഞ്ഞു, ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം. എന്തുവാ? എല്ലാവരും നിദ്ര എന്ന് പറഞ്ഞാൽ എല്ലാവരും മരിക്കുകയില്ല. എന്നിട്ട് പെട്ടെന്ന് അന്ത്യകാഹളത്തിങ്കൽ എന്താ, കണ്ണും വയ്ക്കുന്നതിനിടയിൽ നാം എന്ത് ചെയ്യും? അതൊരു മർമ്മമാണ്. ഏത് മർമ്മം? എല്ലാവരും മരിക്കുക, അത് ഒരു വസ്തു, അത് പൊതു തത്വം. എന്നാൽ എല്ലാവരും മരിക്കുകയില്ല. ഇപ്പം ഇന്ന് രാത്രിയിൽ ഇപ്പോൾ കർത്താവ് വന്നാൽ നമ്മൾ ആരും മരിക്കത്തില്ല, മരിക്കാതെ എടുക്കപ്പെടും. അത് ഒരു മർമ്മമാണ്. ഇങ്ങനെ കിടക്കുക ഒരുപാട് മർമ്മം, ഇനിയും വെളിപ്പെടാൻ പോവുക മർമ്മം. അപ്പം ദൂതൻ ഇവിടെ പറയുക, ഞാനിനി അത് വിശദീകരിക്കുന്നില്ല, നമ്മുടെ വിഷയം സമയം തീരാറായി. ഇപ്പോൾ ഇവിടെ ദൂതൻ പറയുന്നത്, ഇതുപോലെ ഒരുപാട് മർമ്മങ്ങൾ ദൈവം തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരിലൂടെ അറിയിച്ചിട്ടുണ്ട്. ആ അറിയിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൂതൻ പറയുന്നൊരു വാക്ക് കണ്ടോ? അറിയിച്ചു കൊടുത്തതുപോലെ എന്താകണം? നിവർത്തിയാകുമെന്ന് സ്തോത്രം. ഞാൻ പറയാം, ഈ പുസ്തകത്തിനകത്തുള്ള ഒരു വള്ളിയോ ഒരു പുള്ളിയോ ഒരു കുത്ത് കോമ വാക്ക് ഒന്നും തന്നെ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും എന്ത് ചെയ്യില്ല? നിവർത്തിയാകാതെ പോകയില്ല. അതെല്ലാം നിവൃത്തിയാകും. പക്ഷെ അതിനെല്ലാം ഒരു സമയമുണ്ട്. ആ സമയബന്ധിതമായി ഓരോന്നും ദൈവം നടത്തേണ്ട സമയത്ത് നടത്തും, നിവൃത്തിയാക്കും എന്ന് ഈ വ്യത്യസ്ത രൂപമുള്ള ദൂതൻ പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്, ആകാശവും അതിലുള്ളതും ഭൂമിയും അതിലുള്ളതും സമുദ്രവും അതിലുള്ളതും സൃഷ്ടിച്ചവനായി. കേട്ടോ, ഇത് മൂന്നും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അതൊക്കെ ഇനി വിവരിക്കുന്നില്ല, ആശയം മനസ്സിലാകുന്നതുകൊണ്ട് അതിനകത്ത് നിന്ന് വ്യാഖ്യാനിക്കാനൊന്നും വരുന്നില്ല. സൃഷ്ടിച്ചവനായി. അടുത്ത്, എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ ചൊല്ലി സത്യം ചെയ്തു. ആകാശം ദൈവം സൃഷ്ടിച്ചതാ, ഭൂമി സമുദ്രം ദൈവം സൃഷ്ടിച്ചതാ. ആ സൃഷ്ടിച്ചവനായ ദൈവം ചത്തുപോയില്ല. സൃഷ്ടിച്ചവനായ ദൈവം സൃഷ്ടിച്ചിട്ട് അവൻ കുഴിമാടത്തിൽ ഒതുങ്ങിയില്ല. അവൻ ഇന്നലെയും ജീവിച്ചവനാണ്, ഇന്നും ജീവിക്കുന്നവനാണ്, നാളെയും ജീവിക്കുന്നവനാണ്. 48-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, ഈ ദൈവം എന്നും എന്നേക്കും എന്നാണ് നമ്മുടെ ദൈവമാകുന്നു. എന്നേക്കും ജീവിച്ചിരിക്കുന്നവരെ ചൊല്ലി എന്ത് ചെയ്തു? സത്യം ചെയ്തു. ദൈവമക്കൾ സത്യം ചെയ്യാമോ? ഈ ദൈവവചന ഈ കേൾക്കുന്നതെല്ലാം കേട്ടോ, ഇതൊരു പൂമ്പാറ്റ കഥയോ ഏതെങ്കിലും ഒരു ഭാവന നോവലോ ഒന്നും വായിക്കും പോലെ ചിന്തിക്കരുത്.
ദൂതൻ പറയുക, ഇത് അതുപോലെ തന്നെ പറയപ്പെട്ട കാര്യങ്ങൾ പെട്ട സമയങ്ങളിൽ പറയപ്പെട്ടതുപോലെ നടക്കും എന്ന് ആ ദൂതൻ ഈ സമുദ്രത്തിലും കരയിലും ആയി കാല് ചവിട്ടി ആകാശത്തേക്ക് കൈ ഉയർത്തി നിന്നുകൊണ്ട് സത്യം ചെയ്തു. 3 തരം ഉറപ്പാണ് നടക്കുമെന്ന് പറയുക. അത്രയും മതി. ഞാൻ ആ ഭാഗത്തേക്ക് ഇനി നോക്കിക്കോ. 2 ക്ലാസ്സിലെങ്കിലും പറയേണ്ടതാണ്, നമ്മൾ ഒരു ക്ലാസ്സിൽ ഇങ്ങനെ ഒതുക്കുന്നത്. ഞാനിന്ന് പഴയ ഒരു നോട്ട് ഇതിൻ്റെ തുടക്കം നോക്കി. ഇപ്പോൾ 6-ാം മാസം അല്ലേ, 8-ാം മാസം ആകുമ്പോൾ നമ്മളെ പഠനം തുടങ്ങിയിട്ട് 3 വർഷം ആകുക. അപ്പോൾ നമുക്ക് തോന്നും നമ്മൾ അന്ന് വന്ന രീതിയിൽ തുടങ്ങിയ ദൂതൻ പറഞ്ഞതുപോലെ നടന്നാലും നമ്മുടെ പഠനം തീരത്തില്ല. അതുകൊണ്ട് ഞാൻ അങ്ങ് ചുരുക്കി വരിക. അല്ലെങ്കിൽ ഇന്ന് തന്നെ 2 ക്ലാസ്സിനുള്ളത് നമ്മൾ വിഴുങ്ങിക്കളഞ്ഞു. എങ്കിലും ഒരു വരണമല്ലോ, നീണ്ടു പോകാതെ ഓരോ വിഷയങ്ങൾ പറയുമ്പോൾ അതിനകത്തുള്ള രക്തന ചുരുക്കമൊന്ന് മനസ്സിലാക്കിയാൽ മതി എന്ന് ചിന്തിച്ചാണ് വരുന്നത്. അപ്പോൾ അത്രയും പറഞ്ഞിട്ട് ദൂതൻ അങ്ങ് നിർത്തി. അടുത്ത് 8-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചോ. ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട ശബ്ദം പിന്നെയും. അപ്പോൾ ഈ ദൂതൻ ചലിക്കുന്ന ഓരോ ചലനവും അവൻ്റെ ഇഷ്ടത്തിലുള്ളതല്ല. ദൂതൻ എന്ത് ചെയ്യുന്നു അതെല്ലാം എവിടെ നിന്ന് കേൾക്കുന്ന ശബ്ദം, ഡയറക്ഷൻ എവിടെ നിന്നാണ്? ദൂതൻ്റെ ഇഷ്ടത്തിനല്ല. അതാ ഞാൻ പറഞ്ഞു, ദൂതൻ എത്ര കഴിവുള്ളവനോ എന്തോ ആയിക്കോട്ടെ, അവൻ ദൈവഹിതത്തിനും ദൈവ ഇഷ്ടത്തിനുമാണ് അവൻ ചലിക്കുന്നത്. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടതാണ് എഴുതരുത് മുദ്രയിടാൻ പറഞ്ഞു, അതുപോലെ അവൻ ചെയ്തല്ലോ. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടതാണ് എഴുതുക അയക്കുക, അത് ചെയ്തല്ലോ. അത് യോഹന്നാനും ചെയ്തു. ഇപ്പോൾ ദൂതനോട് പറയുക, സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. എന്തുവാ കേട്ട ശബ്ദം? യോഹന്നാനോട് പറയുകയാണ്, നീ ചെന്ന് സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്ന ദൂതൻ്റെ കയ്യിലിരിക്കുന്ന പുസ്തകം വാങ്ങുക എന്ന് കൽപ്പിച്ചു. ഉടനെ യോഹന്നാൻ പോയി എന്ത് ചെയ്തു? ആ പുസ്തകം വാങ്ങി. എന്നിട്ട് അവൻ എന്നോട്, നീ അത് വാങ്ങി എന്ത് ചെയ്യുക? അത് കൊള്ളാം. പുസ്തകം വാങ്ങി എന്ത് ചെയ്യാനാ പറഞ്ഞത്? ഇതെന്തോന്ന്, കേക്കാണോ? അത് വാങ്ങിച്ച് തിന്നാൻ പറയുക. നീ ആ പുസ്തകം വാങ്ങി, നമ്മളെന്ന സാധാരണ ശൈലിയിൽ പറഞ്ഞ് എന്ത് പറയണം? ആ പുസ്തകം എടുത്ത് അതല്ലേ ലോജിക്കെന്ന് പറയുന്നത്. പുസ്തകത്തെ അതാണ്, പുസ്തകം വായിക്കാനുള്ളതാണ്. പക്ഷേ ഇവിടെ ദൂതനോട് പറയുക, യോഹന്നാനോട് പറയുക, അത് നീ വാങ്ങി. ഈ ശൈലി ഇവിടെ മാത്രമല്ല, ഇത് പഴയ നിയമത്തിലുമുണ്ട്. നോക്കാം, യെഗസ്കേൽ പ്രവചനത്തിലേക്ക് വാ. യെഗസ്കേലിൻ്റെ പ്രവചനം അതിൻ്റെ 2-ാം അധ്യായം എടുത്തേ, 8-ാമത്തെ വാക്യം. 2-ന്റെ എടുക്കുന്ന ആളൊന്ന് പെട്ടെന്ന് വായിച്ചോ. യെഗസ്കേൽ 2:8. ഇവിടെ പ്രവാചകനോട് ഒരു പുസ്തകം കാണിച്ചിട്ട് പറയുകയാണ്, അത് നീ വായി തുറന്ന് എന്ത് ചെയ്യുക? തിന്നുക. കണ്ടോ, യെഗസ്കേലിനോട് പറയാം, വായി തുറന്ന് തിന്നുക. ഇനി 3:1 നോക്ക്. അവൻ എന്നോട്, മനുഷ്യപുത്ര, നീ കാണുന്നത് തിന്നുക. പുസ്തകമാണ് കാണുന്നത്. ഈ ചുരുൾ തിന്നിട്ട്, കേട്ടോണം, തിന്നിട്ട് ചെന്ന് ഇസ്രായേൽ ഗൃഹത്തോട് സംസാരിക്കുക. ഞാൻ ഇവിടെ നിർത്തുന്നു ഈ ഭാഗം. ഇനി ഇതിനെ ബലപ്പെടുത്തുന്ന ഒരുപാട് വാക്യങ്ങളുണ്ട്. ഞാൻ നിൻ്റെ വചനം കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. യെരമ്യാവിൽ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ വചനം കണ്ടെത്തി തിന്നു, വചനം കണ്ടെത്തി ഭക്ഷിച്ചു. അപ്പോൾ വചനം ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, അങ്ങനെ ആരോ ചെയ്തതായിട്ട് ഒരു കോമഡിയായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, വചനം കീറി കഴിച്ചു എന്നൊക്കെ പറയുന്നത്. അത് ഈ അക്ഷരാർത്ഥത്തിൽ ഈ മാട് പുല്ല് തിന്നുന്നത് പോലെ ഇതിൻ്റെ കടലാസ് പറിച്ചങ്ങ് തിന്നുക എന്നല്ല അതിൻ്റെ അർത്ഥം. പിന്നെ എന്നതാ? ഈ വാക്യങ്ങൾ വായിച്ച് അതിൻ്റെ അന്തസത്ത, അതിൻ്റെ രക്തന ചുരുക്കം എന്ത് ചെയ്യുക? ഉൾക്കൊള്ളുക, ഹൃദയത്തിലേക്ക് അങ്ങ് സാംശീകരിക്കുക.
ഇതിനകത്തുള്ള മുഴുവൻ സത്യങ്ങളെയും ഹൃദയത്തിലേക്ക് അങ്ങ് ഏറ്റെടുക്കുക. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ വെളിപ്പാട് ഇത് യെഹെസ്കേലിനോട് പറയും പോലെ തന്നെയാണ് അവിടെ പറയുന്നതും. യോഹന്നാനോട് പറയും, നീ അത് വാങ്ങി തിന്നുക. എന്നിട്ട് യെഹെസ്കേലിൽ ഒരു വാക്കുണ്ടല്ലോ, ഇത് തിന്നിട്ട്, ഈ ചുരുൾ തിന്നിട്ട്, യെഹെസ്കേൽ 3:1 ഇസ്രായേൽ ഗൃഹത്തോട് ഇത് നോക്കിക്കുക. ഇത് പൊതുപോലെ തന്നെയാണ് നമ്മൾ വായിച്ച നമ്മുടെ വിഷയം. 10-ാം അധ്യായത്തിലേക്ക് വാ. 10-ാം അധ്യായത്തിലേക്ക്. അത് തിന്നപ്പോൾ 2 കാര്യം. തിന്നാൻ തുടങ്ങുമ്പോൾ മധുരവും, തിന്നു കഴിഞ്ഞ് അത് ഉള്ളിലിറങ്ങിയപ്പോൾ എന്തുമാ, കയ്പും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ, അതിനകത്ത് ഒരു പ്രാക്ടിക്കൽ കാര്യം പറയാം. വചനം വായിക്കുമ്പോൾ മധുരം തന്നെയാണ്, നല്ല രസമാണ്. പക്ഷെ അത് പ്രാക്ടിക്കലാക്കുമ്പോൾ അത് തന്നെ, അത് ഇച്ചിരി വിഷമകരമാണ്. അത് നമുക്ക് ദഹനക്കേടൊക്കെ ചിലപ്പോൾ വരും, അതൊരു ഓക്കാനം പോലെയൊക്കെ വരും പ്രാക്ടിക്കലാക്കാൻ തുടങ്ങുമ്പോൾ. പക്ഷേ ഒരു ദൈവപൈതലിന് അങ്ങനെ വരേണ്ട കാര്യമില്ല. അത് ഞാൻ അതിൻ്റെ മറ്റ് അത്തരം വിശദീകരണത്തിലേക്ക് വരുന്നില്ല. ഇവിടുത്തെ പ്രഥമമായ ഒരു ആശയം അങ്ങ് പറയാം. വാങ്ങി തിന്നു കഴിഞ്ഞ ശേഷം യോഹന്നാനോട് പറയുക, 11-ാമത്തെ വാക്യം, അവൻ എന്നോട് ഇവൻ തിന്നു. എന്നിട്ട് വായിക്കുന്നത്, നീ ഇനിയും, ആ വാക്ക് ചേർത്ത്, ഇനിയും നിന്റെ ശുശ്രൂഷ തീർന്നില്ല, നീ ഇതോടെ തീർന്നു എന്നല്ല പറയുന്നത്, ഇനിയും അനേകം വംശങ്ങളെയും ജാതികളെയും ഭാഷകളെയും രാജാക്കന്മാരെയും കുറിച്ച്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാണ്? നീ ഈ പുസ്തകം വാങ്ങി തിന്നിട്ട് അതോടെ തീരുന്നില്ല. ഈ ഉൾക്കൊണ്ടതായ, ഗ്രഹിച്ചതായ ഈ കാര്യങ്ങൾ ഇനി അനേകം ജാതികളോടും വംശങ്ങളോടും ഭാഷക്കാരോടും എന്ത് ചെയ്യണം? പറയണം. ഞാൻ ഇവിടെ ഏതാണ്ട് 1 മണിക്കൂർ കൊണ്ട് നിങ്ങളോട് പറയുന്ന കാര്യം ഞാൻ പല മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ ഇരുന്ന് തിന്നിട്ട് വന്നാണ് നിങ്ങളോട് ഞാൻ എന്ത് ചെയ്യുന്നത്? പറയുന്നത്. അപ്പോൾ വചനം ശുശ്രൂഷിക്കുന്നവർ ആദ്യം അവരെന്ത് ചെയ്യണം? തിന്നണം. ഇവിടെ വചനം ശുശ്രൂഷിക്കുന്നവർക്ക് ഇരിപ്പുണ്ടല്ലോ. നിങ്ങളോടായിട്ടൊരു പ്രാക്ടിക്കൽ കാര്യം കൂടി അങ്ങ് പറയാം. ഞാൻ പറയട്ടെ, ഒരാൾ ഭക്ഷണത്തിന് വന്നിരിക്കുമ്പോൾ 10 മിനിറ്റ് കൊണ്ട് തിന്നുന്ന ഭക്ഷണം മേശപ്പുറത്ത് വരണമെങ്കിൽ എത്ര മിനിറ്റ് വേണം? 10 മിനിറ്റ് കൊണ്ട് വരുമോ? 10 മിനിറ്റ് കൊണ്ട് വരുമോ? പിന്നെ അത് നിങ്ങളങ്ങ് പ്രത്യേകിച്ച് സഹോദരിമാരൊന്ന് ഊഹിച്ചെടുത്തേ, എങ്കിൽ മാത്രമേ 10 മിനിറ്റ് കഴിക്കാനുള്ള ആഹാരം മേശപ്പുറത്ത് എത്തുകയുള്ളൂ. ഇതുപോലെയാണ് ഇതും. യോഹന്നാനോട് പറയുക, നീ തിന്നിട്ട് ഇനിയും അറിയിക്കുക. എന്നിട്ട് യെഹെസ്കേലിനോടും പറഞ്ഞതാണ്, നീ അത് തിന്നിട്ട് ഇസ്രായേൽ ഗൃഹത്തോട് എന്ത് ചെയ്യണം? സംസാരിക്കണം. എത്ര നല്ല മനോഹരമായ ഒരു പ്രായോഗിക പാഠം കൂടെ അതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ യോഹന്നാൻ്റെ ശുശ്രൂഷ തീരുന്നില്ല. ആ പ്രത്യേക രീതിയിൽ വെളിപ്പെട്ട ദൂതൻ്റെ കയ്യിലിരുന്ന പുസ്തകം, അതിലെഴുതിയിരിക്കുന്ന ആശയങ്ങൾ മനസ്സിലാക്കിയിട്ട് അവൻ്റെ ശുശ്രൂഷ ഇനിയും തുടരുകയാണ് എന്ന ആ ആവേശത്തോടു കൂടിയ ഒരു ഉപസംഹാരത്തിലേക്ക് ഞാൻ കടക്കുന്നു. കർത്താവ് അനുവദിച്ചാൽ ഇനി 11-ാം അധ്യായത്തിൽ ഈ ഇടവേളയിൽ അടുത്തൊന്ന് നടക്കുന്നു എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം. ശ്രമിച്ചതിലുള്ള നന്ദിയും സ്നേഹത്തോടെ അറിയിച്ചുകൊണ്ട് ചുരുക്കുന്നു. നമ്മൾ അല്പം സമയത്തേക്കാൾ മുമ്പോട്ട് പോയി, ക്ഷമിക്കുക. പ്രാർത്ഥനയോടെ നമുക്ക് കടന്നു പോകാം.